ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 4ാം ക്ലാസ്സിലെ EVS ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂണിറ്റ് 6 അപ്പ് അബവ് ദ സ്കൈ, മാനത്തേക്ക് എന്ന 6ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളെ കുറിച്ചാണ്, കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ച്. അതുപോലെ നമ്മൾ പഠിച്ചത് ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം. അതുപോലെ സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം. എ ലൂണാർ എക്ലിപ്സ് happens when Earth passes between the Sun and the Moon. An eclipse takes place when a celestial body is temporarily obscured by another celestial body or by its shadow. A partial lunar eclipse happens when a part of the moon enters Earth's shadow. Earth's shadow engulfs the moon. A total eclipse engulfs the moon entirely. Some refracted sun passes through Earth's atmosphere, giving the moon a radius. അപ്പോൾ ചന്ദ്രൻ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്ന സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഇതിനെ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. A solar eclipse occurs when the moon moves between the sun and earth. A total solar eclipse happens when the sun, moon and earth are perfectly aligned. Total solar eclipse happen about every 16 months. The phenomenon is visible only on a narrow strip of land. ചന്ദ്രൻ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. Towards the moon. Friends, look at the moon. Is it the same as it appears to us from the earth? It is full of rocks, peaks and hills. Neil Armstrong, the American astronaut, as the first man to land on the moon. Later, several people went to the moon and brought soil and rocks from there. Is there anyone who does not wish to go to the moon? നിറയെ പാറകളും കുന്നുകളും കുഴികളൊക്കെ നിറഞ്ഞതാണ് ചന്ദ്രൻ്റെ ഉൾവശം. നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കക്കാരനാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. നിരവധി സഞ്ചാരികൾ ചന്ദ്രനിൽ പോവുകയും അവിടെ നിന്ന് മണ്ണും കല്ലും ഒക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സെൻറ്റ് എ spacecraft called Chandrayaan-1 to the moon. It went around the moon and provided us with valuable information. The success of Chandrayaan is indeed a matter of pride for all Indians. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരയച്ചൊരു പേടകമാണ് ചന്ദ്രയാൻ-1. ഇത് ചന്ദ്രന് ചുറ്റും വലം വയ്ക്കുകയും വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഇത് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമ ഉപഗ്രഹങ്ങൾ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ മാൻ ആൻഡ് സെൻഡ് ടു സ്പേസ് ഫോർ വേരിയസ് പർപ്പസസ്. These satellites are sent to outer space with the help of rockets. Aryabhatta, EduSat and InSat are some of the artificial satellites launched by India. അപ്പോൾ മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ.
റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇത് ചന്ദ്രനിലേക്ക് അയക്കുന്നത്. Collect names and pictures of other artificial satellites and prepare an album. അപ്പോൾ ഇനിയും ഇതുപോലെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചു ആര്യഭട്ട, എഡ്യൂസാറ്റ്, ഇൻസാറ്റ് 3A. എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹത്തിൻ്റെ സഹായത്താലാണ് വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ് ഭാസ്കര, ഓഷ്യൻ സാറ്റ്, കൽപ്പന 1, മംഗൾയാൻ എക്സെട്ര. വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗം എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്, to study the earth and to study other planets. അപ്പോൾ ഭൂമി നിരീക്ഷണത്തിന്, അതുപോലെ ആശയവിനിമയത്തിനും ഗതി നിർണയത്തിനും കാലാവസ്ഥ നിരീക്ഷണത്തിനും എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളാണ്. സാറ്റലൈറ്റുകളെ ഉപയോഗത്തിന് നമ്മൾ ടി വിയിലൊക്കെ ലൈവായിട്ട് പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള മറ്റൊരു ആക്ടിവിറ്റി ചന്ദ്രയാൻ 1നെയും ചന്ദ്രയാൻ 2നെയും കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. Chandrayaan 1 was the first Indian lunar probe under Chandrayaan program. It was launched by the ISRO in October 2008. ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. The mission included a lunar orbiter and an impactor. India launched the spacecraft using a PSLV-C2 rocket on 22 October 2008 at UTC from Satish Dhawan Space Center at Sriharikota. As India researched and developed its own technology in order to explore the moon, the vehicle was inserted into lunar orbit on 8 November 2008. Chandrayaan 2 mission is a highly complex mission which represents a significant technological leap compared to the previous mission of ISRO. It comprised an orbiter, lander and rover to explore the unexplored south pole of the moon. Chandrayaan 2 is the second lunar exploration mission developed by the Indian Space Research Organization ISRO after Chandrayaan 1. It consists of a lunar orbiter and also included the Vikram lander and the Pragyan lunar rover, all of which were developed in India. The main scientific objective is to map and study the variations in lunar surface composition as well as the location and abundance of lunar water. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്